ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടൊരു മോര് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് ചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരട്ടെ കേട്ടോ. ചൂടായി വരുമ്പോൾ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂണ് ജീരകം, 1/2 ടീസ്പൂണ് ഉലുവ, 1/2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് ഒരു സബോള ചെറുതായി അരിഞ്ഞതും 10-25 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി വഴന്ന് വരട്ടെ. അപ്പോൾ നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേഗമായി വന്നോളൂ. അത് നന്നായി ഒരു പകുതി വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി, ചെറിയ കുടം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു ഇതായി വന്നിട്ട് നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം. 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, വെളുത്തുള്ളി, ഒരു ചെറിയ കുടം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഒന്ന് വഴന്ന് വരട്ടെ. അതിനോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം കറിവേപ്പില, നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നാടൻ കറികൾക്കൊക്കെ കറിവേപ്പില ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നല്ല കറിവേപ്പില ഫ്രഷായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അതൊന്നായി വരുമ്പോൾ നമുക്കൊരു 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 3 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്നും മൊരിഞ്ഞ് വന്നോട്ടെ. അതായി വരുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആ വറ്റൽമുളകൊന്ന് മൊരിഞ്ഞ് വന്നോട്ടെ. ഇതൊക്കെ കറിയുടെ ടേസ്റ്റ് കൂട്ടണതാണ് കേട്ടോ. ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ചെറിയ സ്പൂണാണ് കേട്ടോ. അധികമൊന്നും മുളകിൻ്റെ ഇത് വേണ്ട. പച്ചമുളക് നല്ല എരിവുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതായി വരുമ്പോൾ 2 തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി 2 ഇട്ട് കൊടുക്കാം. അത് വഴന്ന് വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ ഉടച്ചെടുക്കാം നമ്മൾ. അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാ ഭാഗവും പൂർത്തിയായി കണ്ട. ഇങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ വാങ്ങിച്ച് വെച്ച തൈര് ഒന്ന് മിക്സിയിലടിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സിയിലടിച്ച് അത് മോരാക്കി എടുക്കണം. അതിന് ശേഷം വേണം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ തക്കാളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മോര് കറിയാണ് കേട്ടോ. അത് തൈര് കറിയല്ല. ഇനി ലാസ്റ്റ് നമുക്കൊരു നുള്ള് ഇത് നമ്മുടെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അവസാനം. അപ്പോൾ ഇനി ഞാൻ മോര് റെഡിയാക്കി എടുക്കട്ടെ. ഇനിയിപ്പോൾ 1/2 ലിറ്റർ തൈര്, അതിൽ 1 ഗ്ലാസ് വെള്ളം കൂടി, നല്ല വലിയ ഗ്ലാസ്സാണ് കേട്ടോ, വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു നുള്ളു കായപ്പൊടിയും കൂടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അടിച്ചിട്ട് എടുത്താണത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ച കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് വെറുതെ ചൂടാക്കാൻ മാത്രം, തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടായി വരാൻ മാത്രമേ ഉള്ളൂ, തിളപ്പിച്ച് എടുക്കരുത്. അപ്പോൾ മോര് കറി മോശമായി. അപ്പോൾ